നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട്, 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കള്ളക്കടൽ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുപ്പൂരിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് മൂന്നാർ സ്വദേശികൾ. തിരുവമ്പാടിയിൽ കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം. പോസ്റ്റ് ഒടിഞ്ഞു വീണു. സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. മലപ്പുറത്ത് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നാളെ. ഉന്നതതല യോഗം ചേർന്നു. കാസർഗോഡ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. തകർന്നത് കല്യാൺ റോഡിൽ നിർമ്മാണത്തിലിരുന്ന സർവീസ് റോഡ്. കാളികാവിലെ നരഭോജി കടുവയ്ക്കായുള്ള ദൌത്യം തുടരുന്നു. തിരച്ചിൽ മഞ്ഞൾപ്പാറ ഭാഗത്ത്. കുങ്കിയാനകളെ ഇറക്കുക. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ശേഷം. കഞ്ചിക്കോട് ചെല്ലൻകാവ് കാട്ടാനാക്രമണം. സംസ്ഥാനത്തേക്ക് അനധികൃതമായി സ്വർണവും പണവും കടത്താൻ ശ്രമം. പാലക്കാട് 70 ലക്ഷം രൂപയും 200 ഗ്രാം സ്വർണവും പിടിച്ചു. 2 കോയമ്പത്തൂർ സ്വദേശികൾ കസ്റ്റഡിയിൽ. പിടിയിലായവരെ ചോദ്യം ചെയ്ത് പോലീസ്. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ടാകും. ഐഷത്തുൽ ഷംന നൽകും കൂടുതൽ വിവരങ്ങൾ. ഷംന, വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം മുതൽ അതിശക്തമായ മഴയാണ്. ഇപ്പോൾ ഇതാ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലേ? ഭവ്യ, അത് തന്നെയാണ്. വടക്കൻ കേരളത്തിൽ മഴ ഇത്തവണ ശക്തമാവുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതിലേക്ക് സാഹചര്യം എത്തിയിരുന്നില്ല. ഇപ്പോൾ പുതിയ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ. അതിൽ തന്നെ 4 റെഡ് അലർട്ടുകളാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സംസ്ഥാനത്ത് 12 ജില്ലകളിലും മുന്നറിയിപ്പാണ്. അതായത് വ്യാപക മഴയാണ്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. മെയ് 24 വരെ മഴയുണ്ടാകും, ശക്തമായ മഴയുണ്ടാകും. 24-ന് കേരളത്തിൽ മൺസൂൺ എത്തുമെന്ന് കൂടി മുന്നറിയിപ്പുണ്ട്. ഈ മൺസൂൺ, ഇത്തവണത്തെ മൺസൂൺ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ നേരത്തെയാണ് ഇത്തവണത്തെ മൺസൂൺ എന്നതാണ് ഏറ്റവും പ്രത്യേകത. അത് തന്നെ മൺസൂണിനൊപ്പം ഈ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒക്കെ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും ഒക്കെ രൂപപ്പെടുന്നത് കൊണ്ട് മൺസൂൺ ഇത്തവണ അധിക മഴ, അതായത് മൺസൂണിന് പുറമെ ന്യൂനമർദ്ദം കാരണം രൂപപ്പെടുന്ന ഒരു മഴ കൂടി ഉണ്ടാകും. അങ്ങനെ കൂടുതൽ മഴ ലഭിക്കുമെന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം ഇന്ന് മഴ ശക്തമാവാൻ കാരണം ഇതുപോലെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ്. എന്തായാലും ഈ മഴ തുടരും. ഒപ്പം വരും ജില്ലകളിലും വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് മഴ, ശക്തമായ കാറ്റിന് കൂടി സാധ്യതയുണ്ട്. ഒപ്പം മണ്ണിടിച്ചിൽ പോലത്തെ പ്രതിഭാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് മലയോര മേഖലയിൽ ഉള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് കൂടി ഒരു മുന്നറിയിപ്പുണ്ട്. ഭവ്യ, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. കണ്ണൂർ താഴെ ചൊവ്വയിൽ കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി. ഓവുചാൽ അടഞ്ഞതിനെ തുടർന്ന് വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തി. കോർപ്പറേഷൻ ജീവനക്കാരെത്തി ഓടകൾ വൃത്തിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. സുമേഷ് മോറായ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുമേഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വീടുകളിലേക്കൊക്കെ അടക്കം വെള്ളമെത്തിയ സാഹചര്യമാണ്. കനത്ത മഴയാണ് ഈ പ്രദേശത്തല്ലേ? ഓടകളിൽ നിന്നാണോ ഈ വെള്ളം എത്തുന്നത്? ഭവ്യ, ഇന്ന് രാവിലെയോടുകൂടി പെയ്ത മഴ കണ്ണൂരിൽ ശക്തമായി തുടരുകയാണ്. അല്പം മുൻപാണ് ഇപ്പോൾ ചെറിയൊരു ശമനമുണ്ടായത്. ഇന്ന് രാവിലെ ഈ താഴെച്ചൊവ്വ 1-2 വീടുകളിൽ ഈ കോർപ്പറേഷന്റെ ഭാഗമായി കോർപ്പറേഷൻ അധീനതയിലുള്ള സ്ഥലമാണ്. അവിടെ ഈ ഓവ് ജലങ്ങൾ അടഞ്ഞതിന്റെ ഭാഗമായിട്ട് വീടുകൾ വെള്ളം കയറിയിരുന്നു. ഏതായാലും കോർപ്പറേഷൻ അധികൃതർ എത്തി അവിടെ അത്തരം പ്രവർത്തികൾ അതിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. ഏതായാലും 1-2 സ്ഥലങ്ങളിൽ കാര്യമായ വെള്ളം കയറിയെന്നുള്ള റിപ്പോർട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പം ഭാഗത്തും ഇതുപോലെ 1-2 വീടുകളിൽ വെള്ളം കയറിയ റിപ്പോർട്ടുണ്ട്. ഈ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള അശാസ്ത്രീയമായ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും രാവിലോടുകൂടി ഈ കണ്ണൂർ കുറുവയിൽ ഈ മതിലിടിഞ്ഞ് വീണ് 2 വീടുകൾക്ക് കേടുപാട് പറ്റി എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. അതായത് കുറുവ തയ്യൽ കാവിന് സമീപത്തെ ബൈത്തൂർ ജനാബ് ഹൗസിലെ മത്സ്യ കച്ചവടക്കാരനായി ഉഷാജ്, അതുപോലെ തന്നെ സമീപത്തെ ജാസ്മിൻ
എന്നിവരുടെ വീട്ടിലേക്കാണ് മതിലടിഞ്ഞ് വീണിട്ടുള്ളത്. ഇതിൽ അത്തരം ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ കണ്ണൂർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും മഴയ്ക്ക് ഇപ്പോൾ നേരിയ ശമനമുണ്ട്. ഭവ്യ. ശരി. അതേസമയം പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു. ചുരത്തിലെ 8-ാം വളവിനും 9-ാം വളവിനും ഇടയിലാണ് മണ്ണിടിഞ്ഞത്. ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിലാണ് മണ്ണിടിഞ്ഞു വീണത്. പാറയും മരങ്ങളും റോഡിൽ പതിച്ചതോടെ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രജിത്ത് കോങ്ങാട് നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രജിത്ത്, വലിയ മണ്ണിടിച്ചിലാണോ ഉണ്ടായത്? ഇപ്പോഴും പാലക്കാട് മഴ തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? ഭവ്യ, അട്ടപ്പാടി ചുരത്തിൽ കനത്ത മഴയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഇന്ന് ഉച്ച 1 മണിയോളം മഴ തുടർച്ചയായി ഉണ്ടായിരുന്നു. ചുരത്തിന്റെ 8-ാം വളവിനും 9-ാം വളവിനും ഇടയിലാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത്. പാറയും മരങ്ങളും റോഡിൽ വീണതോടെ ഗതാഗതം ചിന്നത്തടാകം മണ്ണാർക്കാട് റോഡിന്റെ ഒരു വശം ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പക്ഷെ ഭാഗികമായി ഒരു വശത്ത് കൂടെ വണ്ടികൾ കടത്തിവിടുന്നുണ്ടെങ്കിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. രാവിലത്തെ മഴയിലാണ് ഉണ്ടായിരിക്കുന്നത്. മണ്ണ് മാറ്റൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കും എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. ഭവ്യ. ശരി, പ്രജിത്ത് കോങ്ങാടാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തോട്ടിൽ മീൻ പിടിക്കാൻ പോയ യുവാവിന് കാണാതായി. അടൂർ ഇളമണ്ണൂർ സ്വദേശി ബിജു ജെ വർഗീസിനെയാണ് കാണാതായത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തിരച്ചിൽ തുടരുകയാണ്. കോഴിക്കോട് തിരുവമ്പാടി പുന്നക്കലിൽ ഇലക്ട്രിക് പോസ്റ്റ് സ്കൂട്ടറിന് മുകളിൽ വീണ അപകടം. നിയന്ത്രണം വിട്ട കാർ ഇടിച്ചാണ് പോസ്റ്റ് തകർന്നത്. ഹൈടെൻഷൻ ലൈൻ തകർന്നതോടെ പ്രദേശത്ത് വൈദ്യുതി നിലച്ചു. മുൻ DJC പ്രസിഡന്റ് KC അബുവും കുടുംബവും യാത്ര ചെയ്ത കാറാണ് പോസ്റ്റിലിടിച്ചത്. സ്കൂട്ടർ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന KC അബുവിന് നിസ്സാര പരിക്കുണ്ട്. തമിഴ്നാട് തിരുപ്പൂരിന് സമീപം കാങ്കയത്തുണ്ടായ വാഹനാപകടത്തിൽ 3 മലയാളികൾക്ക് ദാരുണാന്ത്യം. മൂന്നാർ കൂഠാർവിള സ്വദേശി രാജ, ഭാര്യ ജാനകി, മകൾ കൈമി എന്നിവരാണ് മരിച്ചത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, ഈ അപകടം അതെങ്ങനെയാണ് ഉണ്ടായത്? 3 മലയാളികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്, അല്ലേ? ഭവ്യ, ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അപകടം ഉണ്ടായത്. ഈ കുടുംബം മൂന്നാറിൽ നിന്നും ബന്ധുവീട്ടിൽ നിന്നും ഈറോഡിലെ ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. മരണപ്പെട്ട രാജയുടെ ഭാര്യ ജാനകി അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക പോസ്റ്റിൽ നഴ്സായി ജോലി ചെയ്തു വരികയാണ്. ഇവിടേക്കാണ് ഇവർ പോയത്. ഈ സമയത്താണ് അപകടം ഉണ്ടായത്. പുലർച്ചെ 3 മണിയോടെ തിരുപ്പൂരിന് സമീപം കങ്കയത്ത് വെച്ച് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും മരത്തിലിടിക്കുകയുമായിരുന്നു. 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആകെ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. രാജ എന്ന നിക്സൺ, ഭാര്യ ജാനകി, മുതമകള ഹൈമമിത്ര, ഇവർ 3 പേരും സംഭവ സ്ഥലത്ത് വെച്ചിട്ട് മരിച്ചു. ഇളയ മകളായ മൗനശ്രീക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഇവർ തിരുപ്പൂരിലെ ആശുപത്രി പ്രവേശിപ്പിക്കുകയാണ്. ഗുരുതരമായി കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മേൽനടപടികൾ സ്വീകരിക്കുകയാണ് പോലീസ്. പശുപാലത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകയറും. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. ഭവ്യ. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാത അപകടത്തിലാണ്. വയലിലുണ്ടായ സമ്മർദ്ദമാണ് മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീഴാൻ കാരണമെന്ന് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കൂരിയാട് ഉണ്ടായത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമെന്ന് കളക്ടർ VR വിനോദ് പ്രതികരിച്ചു. 3-അംഗ വിദഗ്ധ സമിതി നാളെ സ്ഥലം സന്ദർശിച്ച് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി. സംഭവത്തിനെപ്പറ്റി ഒരു പ്രിലിമിനറി അസസ്മെന്റ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. ഇതൊരു പാഡി ലാൻഡ് വഴി പോകുന്ന ഒരു പുതിയ കൺസ്ട്രക്ഷനാണ്. ആ പാഡി ലാൻഡിൽ വളരെയധികം എർത്ത് ഡിപ്പോസിറ്റ് ചെയ്താണ് നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പാഡി ലാൻഡിൽ ഒരു ബഡ്ജിങ് ഉണ്ടാവുകയും അത് റോഡിനെ ബാധിച്ചു എന്നാണ് ഇനിഷ്യലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പിനെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പെർട്ട് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 3-അംഗ എക്സ്പെർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ച് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എക്സ്പെർട്ട് ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം
എന്ത് രീതിയിലാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് അവിടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതും തീർച്ചയായിട്ടും എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ കൂടെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ലെന്നും വളരെ സേഫായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് എന്ത് രീതിയിലാണ് ഫർദറായിട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലും NHAI തീരുമാനം എടുക്കുന്നതായിരിക്കും. When we filled up, when we made the embankment, so once the rain happens, the water rises through capillary action. The water rises in the soil, which created the pore water pressure. So when pore water, that pressure, additional overburden pressure is exerted to the foundation. So that pressure which was exerted, that carried through below the foundation and went to the paddy field. And paddy field, the soil bulged out. When that pressure it has taken and it bulged out, that created the cavity. See, this is the level. If it bulged out, it will create a hole here. That cavity, once it is created, that which our embankment soil sank in. അതിനിടെ ആശങ്ക കൂട്ടി കുരിയാടിന് സമീപം തലപ്പാറയിലും നേരിയ തോതിൽ വിള്ളൽ രൂപപ്പെട്ടു. കാസർഗോഡ് മാവുങ്കാലിലും റോഡ് ഇടിഞ്ഞു. കല്യാൺ റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡാണ് ഇടിഞ്ഞത്. കനത്ത മഴയെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു റോഡ് ഇടിഞ്ഞു വീണത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിയോട് റിപ്പോർട്ട് തേടി. അതിശക്തമായ മഴയിൽ കല്യാൺ റോഡിലാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഈ സമയം ഇതുവഴി വന്ന യാത്രക്കാരൻ റോഡ് തകർന്നത് കണ്ടതോടെ പിന്നാലെ വന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. സർവീസ് റോഡ് തകർന്നതോടെ ദേശീയപാത വഴിയുള്ള ഗതാഗതം താറുമാറായി. വിവരമറിഞ്ഞ് ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു. ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത്. മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ സർവീസ് റോഡിനെയായിരുന്നു ജനങ്ങൾ ഗതാഗതത്തിനായി ആശ്രയിച്ചിരുന്നത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിയോട് റിപ്പോർട്ട് തേടി. ഇത് സംബന്ധിച്ച് കലക്ടറുടെ അധ്യക്ഷതയിൽ നാളെ അടിയന്തര യോഗം ചേരും. ന്യൂസ് 18 കാസർഗോഡ്. നോവായി കല്യാണി. എറണാകുളം മൂഴിക്കുളത്ത് 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തു. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. വൈകുന്നേരം 4 മണിയോടെ തിരുവാണിയൂർ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. ഡാനി ഇപ്പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഈ കുഞ്ഞിന്റെ മൃതദേഹം അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എപ്പോഴത്തേക്ക് ലഭിക്കും? സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ്? ഭവ്യ, ഇപ്പോൾ 3 വയസ്സുകാരി കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. കുറച്ച് സമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് സമയം കൂടി, അതാണ്ട് 2:30 മണിയോടുകൂടിയായിരിക്കും അത് പൂർത്തിയാക്കുക. ഇതിനുശേഷം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങും. തുടർന്ന് തിരുവാണിയൂരിലെ കല്യാണിയുടെ പിതാവിൻ്റെ വസതിയിലേക്കാണ് കൊണ്ടുപോകുക. പൊതുദർശനവും കാര്യങ്ങളും അവിടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനുശേഷമാണ് പിന്നീട് 4 മണിക്ക് സംസ്കാര ചടങ്ങുകളടക്കം നടത്തുന്നത്. അത് പൊതുശ്മശാനത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ അധികം ആവശ്യമാണ് നമ്മൾക്ക് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഴിഞ്ഞ ദിവസത്തെ വാർത്തകളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പറ്റം ബന്ധുക്കൾ, അച്ഛനുൾപ്പെടെയുള്ള ഒരു പറ്റം ആളുകൾ, അവർക്കിടയിലേക്കാണ് ഈ കുട്ടിയുടെ വിയോഗ വാർത്ത, മൃതദേഹം കണ്ടെത്തിയെന്നടക്കമുള്ളൊരു വാർത്ത എത്തുന്നത്. അതിൻ്റെ ഒരു ആഘാതം അവരിലെല്ലാവരിലും തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ച മാതാവിൻ്റെ തന്നെ പക്കലിൽ നിന്നാണ് ഇത്തരമൊരു ദുരന്തം ആ കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നത് എല്ലാവരെയും തന്നെ അത് വിഷമത്തിൽ ആഴ്ത്തുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കൃത്യമായ രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റൂറൽ SP ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരോഗമിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളും ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയാകുന്നു.
ഏതാണ്ട് 2:30 മണിയോടുകൂടി നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ കുരുന്നിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും. വൈകിട്ട് 4-നാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഭവ്യ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ പോലീസ് കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാൾ 2 മാസം മുൻപ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത. കോയിപ്പുറം സ്വദേശി സുരേഷിനെയാണ് കൃഷിയിടത്തിൽ മാർച്ച് 22-ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4 വാരിയലുകൾ തകർന്നതും ചൂരൽ കൊണ്ട് അടിയേറ്റതും വ്യക്തമാകുന്നുണ്ട്. സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തലേ ദിവസം വീട്ടിലെത്തി 2 പേർ കൂട്ടിക്കൊണ്ടുപോയതായി അമ്മ അമ്മിണി പ്രതികരിച്ചു. യൂണിഫോമിലായിരുന്നു. അവനെ വന്ന് വിളിച്ചു, അവനും കൂടെ പോയി. ഞാൻ പോലീസുകാരായോണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. പോലീസുകാരുടെ വേഷത്തിലായോണ്ട് അവനെ കയറി വിളിച്ചപ്പോ ഞാൻ ഓർത്തു അപ്പൊ ഇവനെ ഇങ്ങനെ പോലീസുകാർ വിളിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യുക പതിവുണ്ട്. അങ്ങനെയാണെന്നാ ഞാൻ വിചാരിച്ചത്. കാണാതെ വന്നപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി. അവര് പറഞ്ഞോ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ പലയിടത്തോട്ട് എല്ലായിടത്തും പോയി പിന്നെ അന്വേഷിച്ചു. പത്തനംതിട്ട മോർച്ചിൽ ഇരിപ്പുണ്ട് ഒരു 2 ശവമൊന്നും. ഇതിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയണം. ഇവിടെ മരണപ്പെടാൻ ഇവിടെ ഇത്രയും സ്ഥലങ്ങളുണ്ട്. 38-40 കിലോമീറ്റർ അത് പോയി അവിടെ പോയി തൂകേണ്ടതായ യാതൊരു കാരണവും അതിനെ സംബന്ധിച്ചുണ്ടാകുന്നില്ല. അതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. വിളിച്ചുപോയ 3 പേരെ പറ്റി ചേട്ടന് വല്ല അറിവോ കാര്യങ്ങളോ? വിളിച്ചുപോയവരെ പറ്റി എനിക്ക് അറിവില്ല. പക്ഷേ ഇവിടെ അതാരാന്ന് എനിക്കും അറിയേണ്ടത്. എനിക്കറിയാൻ വയ്യ ആരാന്ന്. സംശയം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞില്ല. എൻ്റെ ഏട്ടനല്ല നഷ്ടപ്പെടുക, എനിക്ക് അറിയാമില്ല. ഇൻക്വസ്റ്റ് ചെയ്യാറപ്പാണെങ്കിൽ അവൻ്റെ ചന്തിക്ക് 4 അടി 2 സെഞ്ചിലോട്ട് അടിച്ച് പൊട്ടിയിട്ടുണ്ട്. അവിടെ പിന്നെ 6-ാം നില ഇവിടെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ണിൻ്റെ ഈ ഭാഗത്ത് അടിയുണ്ട്. പിന്നെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ മർദ്ദനത്തിൻ്റെ ഒക്കെ ഉണ്ട്. മലപ്പുറം കാളികാവിൽ ആളെക്കൊല്ലി കടുവയ്ക്കായുള്ള തിരച്ചിൽ 5-ാം ദിവസത്തിൽ പുതുതായി സ്ഥാപിച്ച ക്യാമറ പരിശോധിച്ചതിൽ കടുവയുടെ ദൃശ്യങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയ മഞ്ഞൾപ്പാറ മേഖലയിലടക്കം വിശദമായി തിരച്ചിൽ നടത്തുന്നു. കടുവയുടെ സാന്നിധ്യം ഏത് മേഖലയിലാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമേ കുങ്കിയാനകളെ ദൌത്യത്തിന് കൊണ്ടുപോകുകയുള്ളൂ എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഴ തിരച്ചിൽ ദൌത്യത്തിന് പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നുമുണ്ട്. പാലക്കാട് എടത്തനാട്ടുകരയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം. നെഞ്ചിനും വയറിനും ഏറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിനിടെ പാലക്കാട് കഞ്ചിക്കോടും കർഷകനെ കാട്ടാനാക്രമിച്ചു. ചെല്ലൻകാവ് സ്വദേശി സുന്ദരനാണ് പരിക്കേറ്റത്. പാലക്കാട് വേലന്താവളത്ത് തമിഴ്നാട്ടിൽ നിന്നും അനധികൃതമായി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച പണവും സ്വർണവും പിടികൂടി. കോയമ്പത്തൂർ സ്വദേശികളായ സാഗർ, മണികണ്ഠൻ, സന്ദീപ് എന്നിവരെ പോലീസ് പിടികൂടി. 70 ലക്ഷം രൂപയും 200 ഗ്രാം സ്വർണവുമാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. കൊല്ലത്ത് വിവാഹ സൽക്കാരത്തിനിടെ കാറ്ററിംഗ് തൊഴിലാളികൾ സാലഡിന് വേണ്ടി തമ്മിലടിച്ചു. കൊല്ലം ഇരവിപുരം പിണയ്ക്കലിലെ രാജധാനി ഓഡിറ്റോറിയത്തിലായിരുന്നു സംഭവം. ചിലർക്ക് സാലഡ് കിട്ടാതെ വന്നത് ചോദ്യം ചെയ്തായിരുന്നു അക്രമം. സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. തുടർ ഭരണ പ്രതീക്ഷയിൽ 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേക്ക് മുറിച്ച് വാർഷികം ആഘോഷിച്ചു. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞെന്ന ചാരിതാർത്ഥ്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാർ ഇല്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവും വിമർശിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വർഷമാണെങ്കിലും സർക്കാർ കണക്കിൽ ഇത് 9ാം വാർഷികാഘോഷമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ 5 വർഷം കൂടി ചേർത്താണ് ഈ കണക്ക്. വികസനത്തിന്റെയും പുരോഗതിയുടെയും നവയുഗം 10ാം വർഷത്തിലേക്ക് കടക്കുകയാണെന്നും ജനങ്ങൾക്ക് നന്ദിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തുടർഭരണത്തിലെ തുടർച്ച എന്ന പ്രതീക്ഷ മന്ത്രിമാരും പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോഴും ഞങ്ങൾ 4ാം പിറന്നാൾ ആഘോഷിക്കുന്ന അവസരത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സാന്നിധ്യവും അവരുടെ ആവേശവും കണ്ടാൽ ഉറപ്പായി 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ടൊരു 3ാം ഗവൺമെന്റ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണമില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്തെന്നാണ് പ്രതിപക്ഷ ആരോപണം. കരിദിനം ആചരിക്കുന്ന കോൺഗ്രസ് മണ്ഡലാടിസ്ഥാനത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും. 4ാം വാർഷികത്തിന് സമ്മാനങ്ങളാണ് ജനത്തിന് കൊടുക്കുന്ന സമ്മാനം. തിരുവനന്തപുരത്തെ ബിന്ദുവിനുണ്ടായ അനുഭവം, ഈ കൂരിയാട് ഇത് തകർന്നു വീണത്, ഈ ഇപ്പോൾ പാലക്കാടുണ്ടായ വന്യജീവി ആക്രമണം, 4ാം വാർഷികത്തിന് ജനങ്ങൾക്ക് കൊടുക്കുന്ന എന്താണ് സർക്കാർ എന്ന് ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയുന്ന 3 കാര്യങ്ങളാണ്. സർക്കാരിന്റെ 4 വർഷം ജനദ്രോഹ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. വിഴിഞ്ഞവും കൊച്ചി മെട്രോയും ദേശീയപാതാ വികസനവും ഗ്രാമീണ നഗര റോഡുകൾക്ക് പുതുമുഖം നൽകലും ഉൾപ്പെടെയുള്ളവയാണ് ഭരണനേട്ടമായി
സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. ഖജനാവിന്റെ മോശം സ്ഥിതി ക്ഷേമപ്രവർത്തനങ്ങളിൽ സർക്കാരിന് വെല്ലുവിളിയാണ്. UDFനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട മുന്നണി സംവിധാനവും കോൺഗ്രസിലെ അസ്വാരസ്യങ്ങളും BJPയിലെ അസ്ഥിരതയും മൂന്നാം ടൈം എന്ന സ്വപ്നം കാണാൻ സർക്കാരിനെ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സഹജീവികളോടുള്ള കാരുണ്യവും സ്നേഹവുമാണ് ദേവിക്കുള്ള ഏറ്റവും വലിയ വഴിപാടെന്ന തിരിച്ചറിവിൽ കാരുണ്യോത്സവം നടത്തുന്നൊരു ക്ഷേത്രമുണ്ട് അങ്ങ് കൊല്ലം കൊട്ടാരക്കരയിൽ. ഉത്സവാഘോഷങ്ങളുടെ ആർഭാടം ഒഴിവാക്കി സ്വരുക്കൂട്ടിയ തുക നിർധനരായ കിടപ്പ് രോഗികൾക്ക് നൽകുകയാണ് ക്ഷേത്രം ഭരണസമിതി. വനിതാ കൂട്ടായ്മയിലൂടെയാണ് അമ്മൂമ്മക്കാവ് ദേവീക്ഷേത്ര ഭരണസമിതി പ്രവർത്തിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് S. ബിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കി ഒരു ഉത്സവം എങ്ങനെ കെങ്കേമമാക്കി നടത്താം എന്ന് കാട്ടിത്തരികയാണ് കൊട്ടാരക്കര അമ്മൂമ്മക്കാവിലെ ക്ഷേത്രോപദേശക ഭരണസമിതി. 4.5 ലക്ഷം രൂപ സ്വരുക്കൂട്ടി കാരുണ്യവർഷം എന്ന പേരിൽ നിർധനരായ രോഗികൾക്കാണ് ഇവർ നൽകുന്നത്. 30 ലക്ഷത്തോളം രൂപയാണ് രോഗശയ്യയിൽ കിടക്കുന്ന രോഗികൾക്ക് കൊട്ടാരക്കര അമ്മൂമ്മക്കാവ് ഇതുവരെ നൽകിയത്. 10 വർഷക്കാലമായി ക്ഷേത്രോത്സവം കാരുണ്യോത്സവമായിട്ടാണ് നടത്തിവരുന്നത്. ക്ഷേത്ര പരിസരങ്ങളിലെ വീടുകളിൽ വയ്ക്കുന്ന ചെറുവഞ്ചിപ്പെട്ടികളിൽ നിറയുന്ന പണവും സുമനസ്സുകളുടെ സഹായവുമാണ് കാരുണ്യോത്സവത്തിന് കരുത്തു പകരുന്നത്. ഈ വർഷം നമ്മൾ കൊടുക്കുന്നത് 35 പേർക്കുള്ളതാണ്. ഏകദേശം 4.5 ലക്ഷം രൂപയോളമാണ് ഞങ്ങൾ ഇത്തവണ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടുത്ത 5,10,000 ഇത്തവണ നമ്മൾ ഏകദേശം 4.5 ലക്ഷം രൂപയോളമാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇത്തവണ എല്ലാവർക്കും തന്നെ വൈദ്യസഹായമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സഹായത്തിനുള്ള ഇത് വേണം. പക്ഷേ അതിനുള്ള അപേക്ഷകളെല്ലാം വന്നിട്ട് ശരിയായിട്ടുള്ള അപേക്ഷകൾ കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിദ്യാഭ്യാസ സഹായത്തിന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തേക്ക് നമ്മൾ 35 പേർക്കോളം വൈദ്യസഹായമാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മൊത്തം 50 അപേക്ഷകളും വന്നിട്ടുണ്ടായിരുന്നു. ആ ഓരോ വ്യക്തികളുടെയും വീടുകളിൽ നമ്മൾ സന്ദർശിച്ചു. കാര്യം ഞങ്ങൾ ഏകദേശം ഈ എല്ലാ വീടുകളും സന്ദർശിച്ചെത്താൻ വേണ്ടി 3 ദിവസത്തോളം എടുത്തിരുന്നു. കാര്യം ആ വീട്ടിൽ ചെന്നതിന് ശേഷം അവരുടെ പരിതസ്ഥിതികളും എല്ലാം നമ്മൾ നോക്കി, അവരുടെ അവസ്ഥകളും നോക്കി അതിന് ശേഷമാണ് ട്രസ്റ്റ് ഡോക്ടറുമായിട്ടൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് നിശ്ചയിച്ചത്. ഈ കാരുണ്യ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഇതൊക്കെ തുടർന്ന് പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട്. ശരിക്കും നാടിൻ്റെ ഒരു കൂട്ടായ്മ അല്ലേ? പിന്നെ അതെ, നാട്ടിൽ നല്ലൊരു കൂട്ടായ്മയാണ്. ഞങ്ങൾ ഒരുപാട് പേർക്ക് സഹായം 10 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും കുറച്ച് നാൾ കൊണ്ട് ഇതിൻ്റെ പിന്നിലാണല്ലോ നിങ്ങളെല്ലാവരും. കുറച്ച് നാൾ കൊണ്ട് ഇതിൻ്റെ പുറകിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പിരിവിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് എല്ലാവരും കൂട്ടായ്മയോട് കൂടി തന്നെ മുമ്പോട്ട് പോകുവാണ്. ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷം. ഇന്ന് ഒരുപാട് പേർക്ക് നമ്മൾ സഹായം നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ്. അതിൻ്റെ ഒരു പ്രവൃത്തിയിലും അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിലുമാണ് നമ്മളിപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അവരെ നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ളൊരു ക്ഷേത്രമാണ്. മാസത്തിൽ ഒരിക്കൽ തുറക്കുന്നേ ഉള്ളൂ. വൈകിട്ട് ക്ഷേത്രത്തിൽ സംസാരിക സമ്മേളനമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്താണ് ചെക്ക് വിതരണം ചെയ്യുന്നത്. നമ്മുടെ മന്ത്രി ബാലകൃഷ്ണൻ സാറാണ് ചെക്ക് വിതരണം, ആദ്യം വിതരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ സാറ്, പിന്നെ ചെയർമാൻ, പിന്നെ നമ്മുടെ മെമ്പർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം ട്രസ്റ്റ്, തിരുമേനി എന്നുള്ള എല്ലാ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എല്ലാവരെയും നമ്മൾ ആ സമയത്ത് ക്ഷണിക്കുകയാണ്. കാതടപ്പിക്കുന്ന ശബ്ദ സൗകര്യങ്ങളും അതുപോലെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റ് സിസ്റ്റങ്ങളും എല്ലാം വെച്ച് ഉത്സവങ്ങൾ കെങ്കേമമാക്കാൻ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാട്ടുകാർക്ക് വലിയ രീതിയിൽ മാതൃകയായി മാറിയിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന അമ്മൂമ്മക്കാവ് ഭരണസമിതി. S. ബിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.